സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഞാനേ ഇന്നലെ നമ്മളുടെ KSEBയുടെ ഒരു വീഡിയോസ് ചെയ്തായിരുന്നു. അപ്പോൾ അതില് കുറെ കമന്റുകളൊക്കെ ഇങ്ങനെ വായിച്ചു. കുറെ ആളുകൾക്കൊക്കെ വളരെയധികം വിഷമം ഉണ്ടായിട്ടുണ്ട്. എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ പുലർച്ചെ ഒരു 4 മണിക്കായിട്ടാണ് ഉറങ്ങിയിരിക്കുന്നത്. കംപ്ലീറ്റ് കറണ്ടില്ലാണ്ട് വയർത്ത് ആകെ 3 വട്ടമൊക്കെ രാത്രി കുളിക്കേണ്ട അവസ്ഥ. അപ്പൊ ഞാനതിലേ ഒരു ചെറിയൊരു കാര്യം നമുക്ക് സത്യാവസ്ഥ അറിയണവരോട് പറയട്ടെ. സുഹൃത്തുക്കളെല്ലാവരും ഇന്നലത്തെ അനുഭവം നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളും ഉണ്ടാവും. അത് 100% ഉറപ്പാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഒരു സത്യാവസ്ഥ പറയട്ടെ, നമ്മളെ പട്ടാമ്പി മേഖലയിലത്തെ ഓരോ ഷോപ്പിലും 15 AC വരെയൊക്കെ ഒരു ദിവസം വിൽപ്പന നടക്കുന്നുണ്ട്. വലിയ വലിയ ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ടല്ലോ നമ്മുടെ പട്ടാമ്പിയില്, കൂറ്റനാട്, അങ്ങനെ പട്ടാമ്പി ലൊക്കേഷൻ വെച്ചിട്ട് ഒരു ഏകദേശം ഒരു ഒറ്റപ്പാലി ഏരിയയിലത്തെ മൊത്തത്തിൽ പാലക്കാട് ജില്ലയ്ക്ക് വെച്ചിട്ട് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 AC ഒക്കെ പാലക്കാട് ജില്ലയിൽ ഒരു ദിവസം ചെലവ് ഉണ്ട്. അപ്പൊ ഒരു ദിവസം 100 AC ഇറങ്ങുന്നുണ്ട് വെച്ചാല് 10 ദിവസം കൊണ്ട് 1000 AC നിങ്ങൾ ആലോചിക്കുക. AC അതുപോലെ ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ഒരു വീട്ടില് സാധാരണ നമ്മളൊരു റൂമിൽ ഒരു ഫാൻ ഉപയോഗിച്ചിരുന്നിടത്തേ ഇപ്പൊ പല ആളുകളും ചെയ്യുന്ന ടെക്നിക്ക്, ബാത്റൂമിന്റെ നമ്മളെ ഇതുണ്ടല്ലോ എക്സോസ്റ്റ് ഫാൻ ഓൺ ആക്കിയിട്ട, എന്നിട്ട് റൂമിലേക്ക് ജനലിന്റെ അവിടെ ഒരു ഫാൻ വെക്കുക. അപ്പൊ ബാത്റൂമിലെ എക്സോസ്റ്റ് ഫാന്, റൂമിലത്തെ സാധാ നോർമൽ ഉപയോഗിക്കുന്ന ഫാന്, പിന്നെ ജനലിന്റെ അവിടുന്ന് ഉള്ളിലേക്ക് കാറ്റടിക്കാനാന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ ഫാൻ അവിടെ കൊണ്ട് വെക്കണം. അങ്ങനെ 3 ഫാന് ഒരു റൂമില്. ഒരു 4 റൂമൊക്കെ ഉള്ള ഒരു വീട്ടില് എന്തോരം ഫാന വർക്ക് ചെയ്യണ അറിയോ. അപ്പൊ ഈ ലോഡ് കംപ്ലീറ്റ് രാത്രിയിൽ ഒരുമിച്ചുകൊണ്ട് തുടങ്ങുക. പോരാത്തന്നെ AC, പിന്നെ ഫ്രിഡ്ജ്, ഈ സാധനങ്ങളെല്ലാം അടുപ്പിച്ചിട്ട് ഓൺ ആവണോട് കൂടിയിട്ട് ഇതിന്റെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആവുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമ്മളുടെ KSEBയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മള് ഇടിമിന്നലൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് ഇടിമിന്നലാണ് വന്നിട്ടുണ്ടെങ്കിൽ കറണ്ട് പോയി പറയും. അത് കറണ്ട് പോകുന്നത് ആരും ഓഫ് ചെയ്യണതല്ല. ഹൈ വോൾട്ടേജ് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ, അതായത് നമ്മളെ കമ്പിയിലേക്ക് തട്ടുമ്പോൾ ആ ഹൈ വോൾട്ടേജ് താങ്ങാൻ പറ്റാണ്ട് കഴിഞ്ഞാൽ അത് ഓഫ് ആവുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം വെച്ചിട്ട് അത് ഓഫ് ആവണതാണ്. ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ സാധനം ഓടി ചെന്നൊരു ഇത്ര ടൈമിലുള്ള ഓൺ ആവില്ല. അത് ഇത്ര ഒരു ടൈം വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞത് അതിന്റെ കോയിലൊക്കെ ചൂടാറിയാൽ അതിന്റെ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലത്തെ ഒരു ഇലക്ട്രോണിക് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം വർക്കായി ഓട്ടോമാറ്റിക് ആയിട്ട് സെൻസർ മാതിരി ആയിട്ട് ഓണായി വരണത്. അതിന്റെ ഇടയിൽ അത് സാധനം എത്ര വല്ലത് ചെയ്താലും ഓൺ ആവില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മളെ KSEBയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോ KSEB ഓഫീസിൽ പോയി ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആരും ഓഫ് ചെയ്യണതല്ല. പിന്നെ ഇതിന്റെ ലോഡ് കുറയ്ക്കാൻ പറ്റും. ഒരു സെക്ഷൻ ഓഫ് ചെയ്യുക, കുറച്ച് അരമണിക്കൂർ അവിടെ കൊടുക്കുക, അരമണിക്കൂർ ഇവിടെ കൊടുക്കുക, അങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയൊക്കെ ഓഫ് ചെയ്യാൻ പ്ലാൻ ചെയ്യാനായിട്ട് മുന്നേ ഇന്നലെ ഓഫായി പോയിരിക്കുകയാണ്. മൊത്തത്തിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് പുറപ്പെടുന്ന ആ ഒരു ഏരിയയിലത്തെ സാധനത്തിന്റെ എന്തോ ഡാമേജ് വന്നിരിക്കുകയാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ ഞാന് ഇന്നലെ